ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തമ്മനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അതെ, നമ്മളിന്ന് എളുപ്പത്തിലൊരു എഗ്ഗ് ബിരിയാണി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ചീരകം, കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചതും കൂടെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ കഴുകി വാന്ന് വെച്ചിട്ടുള്ള നമ്മുടെ റൈസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് ഇളക്കി നമ്മുടെ റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസിലേക്ക് ആവശ്യമായ ഉപ്പ്, അതുപോലെ 2 തുള്ളി ബിരിയാണി എസൻസും 1 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മുടെ റൈസൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒന്നുകിൽ ചെറുനാരങ്ങ അരമുറി പിഴിഞ്ഞതോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരിയും. അപ്പോൾ വിനാഗിരിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുത്തതാണ്. നമ്മൾ വിനാഗിരിയിലൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് നമ്മുടെ റൈസ് ഒന്നും തൊട്ടാതെ, അതായത് ഒന്ന് പൊടിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബിരിയാണി റൈസിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സബോള, കശുവണ്ടി, മുന്തിരി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് 2 തുള്ളി ബിരിയാണി എസൻസും 1/2 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലാണ് നമ്മളിവിടെ എഗ്ഗ് ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടെ പറയാനുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ ഇന്ന് 500 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത പ്രത്യേകിച്ച് ഈ 500 സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോഴേ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.